ഹലോ, നമ്മളിന്ന് റെഡിയാവുന്നത് ഒരു ബ്രൈഡൽ ഷവറിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഫസ്റ്റ് തെർമൽ മിസ്റ്റ് യൂസ് ചെയ്ത് ഹൈലറോണിക് ആസിഡിൻ്റെ സെറം യൂസ് ചെയ്യാണ്. ദെൻ മോയ്സ്ചറൈസർ ആൻഡ് ദെൻ ഡിയാൽബയുടെ സെറം സ്പ്രേ. ഗുവാഷ വെച്ചിട്ട് പഫിനെസ് ഒന്ന് മാറ്റിയെടുത്തിട്ട് സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഹെയർ നമ്മുടെ ഡൈസൺ വെച്ചിട്ടാണ് ഡ്രൈ ചെയ്യണത്. അതിൻ്റെ സ്മൂത്തിങ് അറ്റാച്ച്മെൻറ്റ് വെച്ച് സ്മൂത്ത് ചെയ്ത് കൊടുത്തിട്ട് സെക്ഷൻസ് ആക്കി നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത ആലൻ ട്രൂമിൻ്റെ വോള്യൂമോ ബ്രഷ് ആട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. വളരെ ഈസിയാണത് യൂസ് ചെയ്യാനായിട്ട്. ഒന്നുകൂടി ഡിയാൽബയുടെ സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് ഐബ്രോസ് മുകളിലേക്ക് കോം ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഹെയർ ജെൽ ഉപയോഗിച്ചിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെക്കണം. എൻ്റെ കയ്യിൽ ബ്രൗ ജെൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഹെയർ ജെൽ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഹുഡ ബ്യൂട്ടിയുടെ കളർ കറക്റ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്യണേ. ഞാൻ ഇതിൻ്റെ മേളിൽ കൺസീലർ ഇട്ടില്ല, കുറച്ച് ഹെവി ആവാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇത് വെച്ച് തന്നെ ഫുൾ കവറേജ് എനിക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ട് അത് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഷാർലറ്റ് ടിൽബറിയുടെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ആൻഡ് ദെൻ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആയതുകൊണ്ട് നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലഷിന് ബോഡി ഷോപ്പിൻ്റെ ഒരു ടിൻറ്റഡ് ലിക്വിഡ് ബ്ലഷാണ്, അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേളിൽ കെ ബ്യൂട്ടിയുടെ ഒരു ബ്ലഷ്, പൗഡർ ബ്ലഷ്, അത് സെറ്റ് ആവാൻ വേണ്ടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാക്കിൻ്റെ ബ്രോൺസർ യൂസ് ചെയ്ത് ഞാൻ ചുമ്മാ ഐ ഷാഡോ പോലെ അത് അപ്ലൈ ആണ്. പിന്നെ ഈ ബ്രൗൺ ഐലൈനർ വെച്ച് മേളിൽ മാത്രം സൈഡിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ലിപ് ബാം ഒന്ന് തുടച്ച് മാറ്റിയിട്ട് ഹുഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റെയിൻ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ബ്ലഷാണ് ഞാൻ സെൻറ്ററിൽ ഇട്ട് കൊടുത്തത്. എനിക്ക് പക്ഷേ അതിൻ്റെ കളർ ഇഷ്ടമാവാഞ്ഞുകൊണ്ട് നേരത്തെ യൂസ് ചെയ്ത അതേ ഹുഡ ബ്യൂട്ടിയുടെ കളർ കറക്റ്റർ വെച്ചിട്ട് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു ന്യൂഡ് കളർ കിട്ടി. പിന്നെ ഇന്ത്യ വൈൽഡിൻ്റെ ലിപ് ബട്ടർ വെച്ചിട്ട് ലിപ് ഗ്ലോസ് പോലെ യൂസ് ചെയ്തു. അണ്ടർ ഐ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് അതേ മാക്കിൻ്റെ ബ്രോൺസർ വെച്ച് അടിയിലും സ്മഡ്ജ് ചെയ്ത് കൊടുത്തു ഐ ഷാഡോ. ഒന്നുകൂടി ഡിയാൽബയുടെ സെറം സ്പ്രേയും പിന്നെ ലോറിയൽ പാരസിൻ്റെ സെറ്റിംഗ് സ്പ്രേയും അടിച്ച് ഫേസ് സെറ്റാക്കി. ജ്വല്ലറിക്ക് ഞാൻ ഈ മാലയും അതിൻ്റെ മാച്ചിങ് ഇയറിങ്സ് ആണ് ഇടുന്നത്. ഇത് സ്വറോവ്സ്കിയിൽ നിന്നാണ്, എനിക്ക് രണ്ടും ഗിഫ്റ്റ് കിട്ടിയ സെറ്റാണിത്. ആൻഡ് ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു നാച്ചുറൽ ഡേ ടൈം അപ്രോപ്രിയേറ്റ് മേക്കപ്പ്. ആൻഡ് ദെൻ ഷൂസിന് വേണ്ടി ഞാൻ ഈ ഹീൽസും പിന്നെ ഈ ബാഗും ആണ് യൂസ് ചെയ്യണേ, ബിക്കോസ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ബ്ലൂ ആണ്. ദെൻ ബോഡി ക്രീം, പെർഫ്യൂം എല്ലാം ഇട്ടു. ബാഗ് ഫിസി ഗോബ്ലറ്റ് എന്നാണ്, ഡ്രസ്സ് മാർക്സ് ആൻഡ് സ്പെൻസർ എന്നാണ്, ഹീൽസ് എടുത്തത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ചാർലീനെ വലം വെച്ച് നടക്കണം എന്തിനാണാവോ. ഇതായിരുന്നു നമ്മൾ ബ്രൈഡൽ ഷവറിന് പറഞ്ഞ കേക്കും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ബലൂൺ ആർച്ചൊക്കെ കാഫേക്കാർ തന്നെ സെറ്റപ്പ് ചെയ്ത് തന്ന. ഇതാണ് നമ്മുടെ ബ്രൈഡ് എത്തി. ആൻഡ് വി ഹാഡ് എ റിയലി ഗുഡ് ടൈം. ഞങ്ങളെല്ലാവരും സ്കൂൾ ഫ്രണ്ട്സാണ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് കിട്ടണേ. ആൻഡ് വി ഓൾ ഹാഡ് എൻ അമേസിങ് ടൈം ടുഗെദർ.